أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി വി മനാഫ് അരീക്കോട്, പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് M ഉമ്മർ സാഹിബ്, പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ് MLA, പ്രിയപ്പെട്ട ഉസ്മാൻ താമരത്ത്, നാസർ പച്ചേരി, അതുപോലെ വേദിയിലിരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെയും KMCCയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായി വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു മഹാസമ്മേളനം ഇവിടെ നടക്കുന്നു എന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറഞ്ഞപ്പോൾ അതിൽ സംബന്ധിക്കാൻ ധാരാളം നേതാക്കളുണ്ട്, വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അപ്പം എനിക്ക് പണിയാക്കി മറ്റുള്ളവരൊക്കെ വളരെയധികം റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കണം. നല്ല ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. ഇവരൊക്കെ പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞ് പ്രസംഗിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിളിച്ചുപോയി. അവർ പറയുന്നത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. നിൻ്റെ സമ്മതം ആരും ചോദിച്ചില്ല. അവിടെ നിൻ്റെ ദുഃഖം. ഏതായിരുന്നാലും മുസ്ലിം ലീഗ് അതിൻ്റെ പ്രതാപഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഗ്രാമസഭയിലും ലീഗ്, നിയമസഭയിലും ലീഗ്, ലോക്സഭയിലും ലീഗ്, അങ്ങകലെ ഐക്യരാഷ്ട്രസഭയിലും ലീഗിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ലീഗിൻ്റെ ശത്രുക്കൾ മുസ്ലിം ലീഗിനെതിരെ പറയാനായിട്ടൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച അപവാദങ്ങളും ദുരാരോപണങ്ങളും വേണ്ടാത്തരങ്ങളും പറഞ്ഞ് പരത്തി പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗ് ബടായി പറഞ്ഞ ആളെ കൂട്ടുന്നൊരു ഏർപ്പാടില്ല. നേതാക്കളെ കൂട്ടിലടക്കുന്ന അണികൾ ലീഗിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല. അണികളെ കൂട്ടം തെറ്റിക്കുന്ന നേതാക്കളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അതിന് പറ്റിയ വേറെ കുറേ ആൾക്കാരുണ്ട്. കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ കുരുതി കൊടുത്തിട്ട് എന്തിനാണോ അവരെ കുരുതി കൊടുത്തത് അതേ തെറ്റ് പാർട്ടി സെക്രട്ടറി ചെയ്യുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ അതേ കാശ് കൊടുത്തുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നേതാക്കളെ എല്ലാവിധ പ്രോത്സാഹനവും നൽകി ജയിലിലടക്കുന്നു, പ്രകടനം നടത്തുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ധീരതയോടെ മുന്നോട്ട് എന്ന് പറഞ്ഞ് രക്തം നൽകാം എന്ന് പറഞ്ഞ് അബ്ദുൽ നാസർ മഅദനിയെ വേറൊരു കൂട്ടിലടക്കുന്നു. അനുയായികൾ ഇവിടെ വെറുതെ ആവേശം കൊള്ളിച്ച് അതിൻ്റെ 1-ാം വാർഷികവും 2-ാം വാർഷികവും ആഘോഷിക്കുന്നു. നേതാവോ ഫയാസിനെയും ഷിമ്മി ഫിറോസിനെയും ഷെഫീഖിനെയും സൃഷ്ടിച്ചുകൊണ്ട് അവരെയും വഴിയാധാരമാക്കി നടക്കുന്നു. മുസ്ലിം ലീഗ് അങ്ങനല്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അണികളെ കൂട്ടം തെറ്റിച്ചു വിട്ടില്ല. നേതാക്കളെ ഈ അണികൾ കൂട്ടിലേക്ക് പറഞ്ഞയച്ചതും ഇല്ല. അവിടെയാണ് ലീഗും ലീഗല്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ചെയ്തു പോന്ന നന്മകളാണതൊക്കെ. എൻ്റെ സുഹൃത്ത് മനാഫ് അരീക്കോട് ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു ആ കാര്യങ്ങളൊക്കെ. നമ്മൾ പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടിയല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സിന്ദാബാദും ഒരു കോണിച്ചിഹ്നവും ഒരു രാഷ്ട്രീയം വിളിയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഏർപ്പാടല്ല. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രവർത്തനമാണ്. അതെല്ലാ കാര്യത്തിലും ഞാൻ വെറുതെ പറയുകയല്ല. ഫലസ്തീൻ്റെ വിഷയത്തിൽ അങ്ങാടിയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഫലസ്തീൻ്റെ വിഷയത്തിൽ ക്രിയാത്മകമായി ഇന്ത്യ ഒരു കാര്യമെടുക്കുമ്പോൾ ആ കാര്യത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിൽ പോയി
ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായ ഈ അഹമ്മദ് സാഹിബിന് വോട്ട് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരാ നമ്മൾ ബടായി പറയല്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഫലസ്തീന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദിക്കുക, ഫലസ്തീന്റെ ജനതയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം കൊണ്ടുപോയി കൊടുക്കുക. എന്നാൽ ഫലസ്തീന് വേണ്ടി സമുദായത്തിനകത്തുള്ള കുറെ പ്രമാണിമാർ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ഓല് ഫലസ്തീന് വേണ്ടി ചെലവാക്കിയത് എന്താ? മൈദ, വേറൊന്നുമില്ല. ആ ഒരു ചാക്ക് മൈദയുടെ പൈസ ഈ അഹമ്മദിന് കൊടുക്കുകയാണെങ്കിൽ ആ പൈസയും കൂടി അവിടെ എത്തിയിരുന്നു. ഇവർക്കൊന്നുമില്ല. എല്ലാ പോസ്റ്ററും നിരത്തി എഴുതുക, ഒട്ടിക്കുക. കൈമുതൽ ബക്കറ്റും കുമ്മായവും മൈദയും. പിന്നണി ആളുകളോ ടെലിഫോൺ പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകളും. അവർക്ക് വേറൊരു ഏർപ്പാടില്ല. എന്നിട്ട് ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം. ഇക്രീമ സാബ്രി എന്ന് പറയുന്ന ഇമാമാൻ ഫലസ്തീനിലെ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് യാസർ അറഫാത്തിന്റെ കൈ പിടിച്ചിരിക്കുന്ന അഹമ്മദ് സാഹിബിനെ നോക്കി പറഞ്ഞത്, അല്ലാഹുമ്മൻസുർ മൻ നസറ ദീന നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കുന്നവരെ റബ്ബേ നീ സഹായിക്കണേ. നമ്മൾ എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിൽ, സാർക്ക് ഉച്ചകോടിയുടെ തിരുമുറ്റത്ത്, റാബിത്തത്തുൽ ആലമിന്റെ മൈതാനിയിൽ, അറഫ മൈതാനിയിൽ 7 തവണ കഅബാലയത്തിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരൻ ഈ അഹമ്മദി എന്ന് പറയുന്ന നമ്മുടെ നേതാവാണ്. നമുക്കൊക്കെ ആ ഭാഗ്യം കിട്ടി. നമ്മുടെ നേതാക്കൾ രാജ്യത്തിന്റെ നന്മക്കായ യാത്ര. അവരെങ്ങോട്ട് പോയാലും, വടക്കോട്ട് പോയാൽ പാണക്കാട്ടത്തങ്ങൾ കുഴപ്പക്കാരനാണ്. ഏത് പ്രമാണിയാടോ പറഞ്ഞത്? ആരാ ഈ പാണക്കാട്ടത്തങ്ങൾ എന്ന് ഇവനറിയോ? വടക്കോട്ട് നിങ്ങൾ തെക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയവരങ്ങൾ അല്ലേ? അലി ഇബ്നു അബീ ത്വാലിബിന്റെ പുലിക്കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സിംഹക്കുട്ടികളെ, ഞങ്ങൾ അയാളെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാ. മോനെ, വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം, തിരിച്ചു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകണം എന്ന് പറഞ്ഞയച്ച് ഞങ്ങളാണ്. എന്താണ് അയാളോടുള്ള ഞങ്ങൾക്കുള്ള വിരോധം? മുസ്ലിം ലീഗിന്റെ കുടുംബത്തിൽ നിന്ന് അയാൾ കെട്ടിക്കാര്യം തീർത്തത് കൊണ്ടല്ല. കാള പറ്റിയിരിക്കുന്നു ചെറുപ്പക്കാരാ, കയറെടുക്കണം. കാള പറ്റിയിരിക്കുന്നു, കയറെടുക്കണം എന്ന് അയാൾ പറഞ്ഞപ്പോൾ കാളപ്പൊരില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാഞ്ഞു നടന്നു. മീനമാസത്തിലെ ചൂടും ഇടവമാസത്തിലെ പേമാരിയും വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പും വകവെക്കാതെ ഏറനാടിന്റെ പുലിക്കുട്ടി, മലബാറിന്റെ സിംഹക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി ഓടി നടന്നപ്പോ അദ്ദേഹം നിങ്ങൾക്ക് മോശക്കാരനായി, പാണക്കാട്ട തങ്ങന്മാർ മോശക്കാരായി. കണ്ടോ, ഞങ്ങൾ വടക്കോട്ട് പോയാലും കുഴപ്പമില്ല, തെക്കോട്ട് പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ മേലോട്ട് പോയാലും കുഴപ്പമില്ല, കീഴ്പോട്ട് പോയാലും കുഴപ്പമില്ല. ഞങ്ങളെല്ലാ നിങ്ങളെ ശവകുടീരത്തിൽ ബോംബ് വെച്ചവരാണ്. കണ്ണൂരിൽ കീഴ്പോട്ട് നോക്കിയാലും നിങ്ങൾ കുഴപ്പക്കാരാണ്. നിങ്ങളെവിടെ പ്രശ്നം ഉണ്ടാക്കാത്തത്? ഞങ്ങളെ കേന്ദ്രങ്ങളിൽ മറ്റുള്ളവർക്ക് മതിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. നിങ്ങൾക്ക് അങ്ങനെ കഴിയോ? നിങ്ങൾ എതിർക്കും തോറും ഞങ്ങളെ നേതാക്കന്മാർക്ക് തിളക്കം കൂടല്ലേ? ഇവിടെ സൂചിപ്പിച്ച പോലെ അതിന് പറ്റിയൊരു ടീമാ 2020 ടീം കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുകയാണ്. അതുള്ളവര് ഇറങ്ങിപ്പോവുകയാണ്, ഇറങ്ങിപ്പോവുക. നിയമസഭയിൽ ഇറങ്ങിപ്പോക്ക്, ഈ രക്തം പോക്ക് ഇതൊക്കെ മാറ്റൊരു സോക്കേട് വല്ലാത്തത്. വയറുസ്തംഭനം കേട്ടിട്ടുണ്ട്, ഭരണസ്തംഭനം. അച്യുതാനന്ദന് വേറെ പ്രത്യേക ഒരു രോഗമുണ്ട്, അറസ്റ്റ് ജ്വരം, ജപ്പാൻ ജ്വരം എന്നൊക്കെ പറഞ്ഞ മാറ്റൊരു സോക്കേട്. 68 ആളെ വരെ ജയിപ്പിച്ചെടുത്തിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ജനകീയ വിഷയം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. കുറച്ചു ദിവസം പിള്ള ഫോൺ ചെയ്തത്, കുറച്ചു ദിവസം ഗണേഷ് കുമാർ പ്രസംഗിച്ചത്, കുറച്ചു ദിവസം ഉമ്മൻചാണ്ടിയും പാമോയിലും, പിന്നെ കുറച്ചു ദിവസം കുഞ്ഞാലിക്കുട്ടിയും കരിയോയിലും. ഞാൻ ചോദിക്കട്ടോ, എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ രാജ്യത്ത് 68 ആളെ ജയിപ്പിച്ചത്? നിയമസഭയ്ക്ക് കയറുക, കണ്ടനെ പോരുക, വേറൊരു പണിയില്ല. അതിനായിട്ട് നിയമസഭയ്ക്ക് ജയിപ്പിച്ചെടുത്ത 68 ആളുകൾ ഒരു ദിവസം ഒന്ന് ഇരുന്നോ? അവിടെ ഇല്ല, ഒന്ന് ഇരുന്നില്ല, ഇരിക്കാൻ നേരമില്ല. എന്നാ ഒരു ദിവസം കെടുന്നു. അച്യുതാനന്ദനൊക്കെ ഇങ്ങനെ കെടുക്കുക. നീർച്ച സ്ഥലത്തൊക്കെ കലണ്ടർ കച്ചവടക്കാർ കെടുക്കണമാതിരി ഈ സാധു നേപ്പെട്ട് നോക്കി കെടുക്കണ രംഗം കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തിനാണ് മഞ്ചളാംകുഴി അലി സാഹിബും ഉമ്മർ സാഹിബും ഒക്കെ ഗവർണറെ കാണുമ്പോൾ പറയണം, പ്രതിപക്ഷത്ത് എന്തിനാ കസേര? അപ്പം അഹർക്ക് 4 പുല്ലിയായി വാങ്ങിക്കൊടുക്കാൻ പറയും. ഒരു ഗവൺമെന്റിനെ നേരാവണ്ണം തിരുത്താനുള്ള ഒരു ഏർപ്പാടൊന്നും അവർക്കില്ല. അനങ്ങിയ രാജിവെക്കൂ, പുറത്ത് രാജിവെക്കണം, ഒന്ന് ഇരിക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടണ്ടോ? അവിടെ
അല്ലെങ്കിൽ ആ രാജിവെക്കൂ, പുറത്ത്, വേറൊരു ഏർപ്പാടില്ല. അതിനായിട്ട് കേരളത്തിന്റെ നിയമസഭയ്ക്ക് 1068 ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ നേതാക്കന്മാർ ഉന്നയിച്ച കാര്യങ്ങൾ മെഡിക്കൽ കോളേജ്, സംസ്കൃത മലയാള സർവകലാശാല, ESI ആനുകൂല്യം, എന്താ പറയാ, ഈ ആയുർവേദ ചികിത്സക്കാർക്ക് വേണം സമദാനി, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പാടവരമ്പത്ത് വീട് വെച്ച കാരണത്താൽ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇടപെടണം. തൊഴിലുറപ്പിന്റെ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണ്ട എന്ത് നല്ല തീരുമാനം. വേങ്ങരയിലേക്ക് സിവിൽ സർവീസ് രംഗത്ത് പരിശീലിപ്പിക്കാൻ കഴിയുന്ന സെന്ററുകളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവർക്ക് പണിയൊന്നുമില്ല. ഇപ്പൊ തവനൂരില്, നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു പുതിയ ജയിൽ വന്നിട്ടുണ്ട്. KT ജലീലൊക്കെ അവിടെ പറഞ്ഞത് അത് ഞങ്ങളെ കാലത്ത് കൊടുന്നതാണ്, അത് നിങ്ങൾ തന്നെ എടുത്തോളി, അത് ഞങ്ങൾക്ക് എന്തിനാണോ ജയില്, ഞങ്ങൾക്ക് റെയില് മതി. ഇവര് പറയണ ഞങ്ങളെ നേട്ടമാണ്, ഒരു അഭിമാനമാണ് ഇവർക്ക്. കേസ് കൊടുങ്ങുക, ജയിലിൽ പോവുക, അതിന്റെ പേരിൽ. അതല്ല ജയരാജൻ ജനങ്ങളോടൊക്കെ മാറിക്കാൻ പറയാം, ഞാൻ ഒന്ന് കെടുക്കട്ടെ 2 ദിവസം ജയിലിൽ പോയിട്ട്. ഇത് മൂപ്പര് അബുദാബിന്ന് വരുന്നവരൊക്കെയാണ് തടിച്ചിട്ട് കൊഴുത്തൊരു സാധുകര വരണത്. ഇവർക്കിതൊരു രസമാണ്, വേറൊന്നുമില്ല. ശുഹദാക്കന്മാരെ സൃഷ്ടിക്കുക, ജാഥ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. ഞാനിപ്പോൾ നമ്മുടെ പയ്യന്നൂരിൽ വണ്ടി ഇറങ്ങി ഇങ്ങനെ പോയി നോക്കുമ്പോൾ ആ പുളിങ്ങോ ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ വലിയ വലിയ ഗേറ്റുകൾ, എന്താ ചീമേനി രക്തസാക്ഷി ഒരു 6 അവിടെ, ഒരു 3 ഏക്കറ, ഓൽക്കെന്തിന് എത്രത്തോന ആധാരവും ഭൂമി, തുറന്ന ജയിൽ ഈ ഭാഗത്ത്. ഇതല്ലാതെ എന്താ അവിടെ ഉള്ളത്? നമ്മളവിടെ കണ്ടോ? നമ്മളവിടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുകയാണ്. ഇതെല്ലാം സ്ഥാപനങ്ങൾ കൊടുക്കുക, അതിലൊക്കെ നാളേക്ക് പഠിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ്. UP ചെറുപ്പക്കാരനെ, ബംഗാളിലെ ചെറുപ്പക്കാരനെ മുസ്ലിം യൂത്ത് ലീഗ് ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നു. ഇത് PSMO കോളേജ്, ഇത് എഞ്ചിനീയറിംഗ് കോളേജ്, ഇത് ഫറൂഖ് കോളേജ്, ഇതിന്റെ വല്യുപ്പാന്റെ തറവാട്, ഇതിന്റെ ബാപ്പാന്റെ വീട്, ഇതിന്റെ ഉമ്മാന്റെ കുടുംബം എന്ന് പറഞ്ഞൊരു തറവാടിയെ പോലെ ഞങ്ങളതിങ്ങനെ കാണിച്ചു കൊടുത്തു. അവര് പോയി, ഞങ്ങളവരെ വിളിച്ചു, കാണാൻ വിളിച്ചതല്ല, ഇതേമാതിരി അവിടെ ആക്കണം. പോയി ബംഗാളിൽ ഒഴിഞ്ഞ മണ്ണ് കണ്ടെത്തി അവർ മുസ്ലിം യൂത്ത് ലീഗിനെ അറിയിച്ചു, ഇവിടെ വല്ലതും വിളവെടുക്കാം. വിളവെടുത്തു. ചമ്മാട് ദാറുൽ ഹുദയുടെ പ്രത്യേകമായ ഒരു കേന്ദ്രം, ആ മണ്ണിൽ തറക്കല്ലിട്ടത് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങളെ പണി അതാണ്. ഞങ്ങൾ നിങ്ങളെ പോലെ വലിയ കല്ല് പൊട്ടിച്ചിട്ടല്ലേ ഇനി എറിയല്ല, ചെറിയ കല്ല് ഒരുമിച്ച് കൂട്ടിയിട്ട് തറക്കല്ലുണ്ടാക്കണ പരിപാടിയാണ് ഞങ്ങളെ പരിപാടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാജ്യത്ത് എന്ത് നന്മ ചെയ്തത്? എല്ലാറ്റിനെയും എതിർക്കുക, ഒരു സംഗതിക്കൊരു നേരല്ല. വലിയ ബടായി ഇങ്ങനെ പറയും, മാലിന്യങ്ങൾക്ക് ക്ഷേമനിധി, 2 ഉറുപ്പ്യന്റെ അരി ഇല്ലോ. ഇവര് ഭർത്ത എന്ന 2 ഉറുപ്പ്യന്റെ അരിക്ക് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയില്ല, കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടില്ല, അതിന്റെ സബ്സിഡി കാര്യങ്ങളൊന്നുമില്ല, റേഷൻ കാർഡുകാർക്ക് നിർദ്ദേശമൊന്നുമില്ല. അതിന്റെ മുമ്പ് ബോർഡ് വെക്കലേ ഇനി 2 രൂപക്ക് അരി നൽകിയ VS-ന് അഭിവാദ്യങ്ങൾ. അതിൽ കൂടിയാണ് ഇപ്പോൾ 1 ഉറുപ്പ്യയുടെ അരി എത്തിക്കേണ്ടി വരുന്നത് നമ്മളെ തള്ളാര്. അച്യുതാനന്ദന്റെ ഫ്ലക്സ് ബോർഡ് കണ്ടപ്പോൾ എൻ്റെ നാട്ടിലൊരു തള്ള പറഞ്ഞു, എന്നാ ഇജ്ജ് ഇട്ടോ 2 ഉറുപ്പ്യ ഇജ്ജ് എന്നാളെ, എന്നാലൊക്കെ 1 ഉറുപ്പ്യ ലാഭാന്ന് പറഞ്ഞു. ഞങ്ങൾ 1 ഉറുപ്പ്യാന്ന് പ്രഖ്യാപിച്ചത് എന്തിനാന്ന് അറിയോ? അതിന്റെ താഴെ പിന്നെ ഉറുപ്പ്യല്ലേ ആയിട്ട് എല്ലാം കൊഞ്ഞും താത്തും. ഇപ്പോൾ 1 ഉറുപ്പ്യയുടെ അരിയാണ്ട് കിട്ടിയിട്ട് ജനങ്ങളില്ലേ, ചെറിയൊരുനാൾക്ക് എൻ്റെ നാട്ടിലൊരു തന്ത പറഞ്ഞെന്താ അറിയോ? പൊന്നാരമാനെ ഫിത്ർ സക്കാത്തിന്റെ അരിയും ഉമ്മൻചാണ്ടിയുടെ അരിയും പെരയെക്കാണ്ട് കടക്കാൻ വെച്ചാന്നാ പറഞ്ഞത്. ഇന്നലെ ഒരാൾ എന്നോട് പറയാണ്, 1 കിലോ അരിയിട്ട് വെച്ച 5-6 ആൾക്ക് നല്ല പൊള്ള നിറച്ച് തിന്ന, അതിന് 1 ഉറുപ്പ്യ, ഒരു കൊട്ടൻ ഉറുപ്പ്യ. നേരെ മറിച്ച് അതിക്കുള്ള കൂട്ടാനും മാന്തളിന് 60 ഇജ്ജ് വല്ല വിവരം അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ഞാൻ കാട്ടിന് വെച്ചു, ഈ ഉമ്മൻചാണ്ടിനെ കാണുമ്പോൾ മാന്തളിന് എന്തെങ്കിലും തരാൻ പറയുന്നു. അരി ഞങ്ങൾ ഒപ്പിച്ചോണ്ട് ജനങ്ങളൊക്കെ എവിടെ എത്തിയെന്നറിയോ? ഭിക്ഷക്കാർ വരെ വാങ്ങാത്തതാണോ ഈ കൊട്ടൻ ഉറുപ്പ്യ, 1 ഉറുപ്പ്യ? അതുകൊണ്ടാണ് 1 കിലോ അരി വാങ്ങണ ജനങ്ങൾ. എൻ്റെ നാട്ടിലൊരു ഭിക്ഷക്കാരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചില്ലറില്ലാന്ന്. ഓൻ പറഞ്ഞു എനിക്കൊരു ചെക്ക് എന്നാളായിരുന്നു. ഓലൊക്കെ വലിയ ഡിമാൻഡിലപ്പോൾ അറിയാം ഞങ്ങൾ. 1 ഉറുപ്പ്യ കൊടുത്തപ്പോൾ എനിക്കൊരു മിസ്സിയും ഇല്ല. ഇതെന്തിനാ 1 കിലോ അരി ഇട്ടും, ഇക്കത് വേണ്ട, നമ്മളൊക്കെ അരിക്കായ്ക്കല്ലേ പോകണോ, ഇക്ക് ചായക്ക് തന്നാൽ മതി, 5 ഉറുപ്പ്യ ഇട്ട് അവൻ്റെ മെച്ചതാണ്. നമ്മുടെ നാട്ടിൽ കണ്ട അരിയാണ്ട് വാങ്ങിയിട്ട് ജനങ്ങൾ അതുകൊണ്ട് പിട്ട് ചൂടണ്, മറ്റുള്ളവർക്ക് കൊടുക്കണ് അല്ലേ? അരി തരാത്ത, പണി തരാത്ത, തുണി തരാത്ത എന്ന് പറഞ്ഞത് ഇനി ജന്മത്തിൽ കേൾക്കാൻ പാടില്ല.
അരിയുടെ പൂജ്യം കിട്ടും അല്ലേ? കൊടുത്തില്ലേ? മര്യാദക്ക് കൊടുത്തു. നിങ്ങൾ എന്നിട്ട് പറയാം 2 ഉറുപ്പിയുടെ അരി കൊടുത്തിട്ടില്ല. എന്നിട്ട് ഫ്ലക്സ് ബോർഡ് ഇപ്പോഴുണ്ട് ചില അങ്ങാടിയിലാ ബോർഡ്. എന്നപോലെ മുഅല്ലിമീങ്ങളെ ക്ഷേമനിധി വെറുതെ പ്രഖ്യാപിക്കുക, വെറുതെ ഓരോന്ന് ഈ തോമസ് ഐസക് കണ്ട് പ്രഖ്യാപിക്കുക. ഞങ്ങൾ അങ്ങനല്ല. എൻഡോസൾഫാൻ ബാധിതർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇരുത്തിയിട്ടാണ് കൊടുത്തു. നിങ്ങൾ നടത്തിയതൊരു ബന്ധാണ്. ഞങ്ങൾ നടത്തിയത് എന്താണെന്നറിയാം? വിതരണം, സഹായ വിതരണം. ഒരു ദിവസം കൊണ്ട് റേഷൻ കാർഡ് മനോഹരായില്ല, അത്ഭുതം. എന്നോടൊരു സഖാവ് പറഞ്ഞു, നടന്നത് തന്നെ അറിഞ്ഞു. നടത്തി റേഷൻ കാർഡ് വാങ്ങി. 2600 ചില്ലറ റേഷൻ കാർഡ് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലായിട്ട് റേഷൻ കാർഡ്. 4.5 ലക്ഷത്തോളം പരാതിക്ക് തീർപ്പ് കൽപ്പിക്കുക ഒറ്റ രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് സപ്ലൈ ഓഫീസർമാരോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? എന്താ പറഞ്ഞറിയോ? കേരളത്തിൽ ഉറങ്ങാതെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഉറങ്ങണമെന്നാണ് ചോദിച്ചത്. ഞങ്ങൾ എത്ര ദിവസം ഭരിക്കുന്ന അവരൊക്കെ ബേജാറ്, ഞങ്ങൾക്ക് എന്തിനാടോ 2.5 കൊല്ലം കിട്ടിയാൽ മതി. 5 കൊല്ലത്തെ മേനിയ, രാവും പകലുവ ഭരണം. നട്ടപ്പാതിരക്ക് പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങളൊപ്പം. നട്ടുച്ചക്ക് ഉറങ്ങി തൂങ്ങുന്ന മുഖ്യമന്ത്രിയല്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. റേഷൻ കാർഡൊക്കെ കണ്ട് കൊടുത്തിട്ട് സപ്ലൈ ഓഫീസർ പറയും, ഈ അട്ടി കണ്ടത് 2600 റേഷൻ കാർഡ് റെഡി ആയിക്കണ്, ആള് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പം വല്ല മാർക്കിസ്റ്റുകാരെ റേഷൻ കാർഡാവും. പഹര് ഭരണം മാറിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പോയി വാങ്ങിക്കൊള്ളിയുടെ ചങ്ങായിമാരെ, ഞങ്ങളെ റേഷൻ കാർഡൊക്കെ ശരിയായിക്കണ്. ഒറ്റ ദിവസം കൊണ്ട് കാർഡാണ്ട് കൊടുത്തു ഞങ്ങൾ. നിങ്ങൾ BPL ആക്കാൻ കൊണ്ടുപോയ എയർടെൽ എന്താ പറയുക, BPL ആക്കാൻ കൊണ്ടുപോയതൊക്കെ എയർടെല്ലായിട്ടാണ് തിരിച്ചുള്ളത്. എല്ലാം തെറ്റ്. ധൃതി പിടിച്ചാണ്ട് ഇറക്കി. സ്മാർട്ട് സിറ്റിയിൽ ഒപ്പിടുക, അരി പ്രഖ്യാപിക്കുക, റേഷൻ കാർഡ് ധൃതി പിടിച്ചാണ്ട് ഇറക്കിയപ്പോൾ മുഹമ്മദ് പിതാവ് 17 കുടുംബനാഥൻ, റിയാസ് മകൻ 74 മകൻ. ആലോചിച്ച് നോക്കി. ആദ്യം ചെക്കുണ്ടായി, പിന്നെ വാപ്പുണ്ടായിരുന്നു. എന്തൊരു കഥയാണ്. ഒരു തലയും പാലില്ലാത്ത ഒരു ഗവൺമെന്റ്. ഇപ്പൊ കണ്ടോ? ഇപ്പൊ നാടുണർന്നു. ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയറിലിരുന്നു. സേവനാവകാശ നിയമം. എന്തേ എനിക്ക് കറണ്ട് കിട്ടാഞ്ഞ്, എന്തേ എൻ്റെ പട്ടയം കിട്ടാഞ്ഞ് ചെന്ന് ചോദിച്ചാൽ കറക്റ്റ് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ശമ്പളാണ്ട് തടഞ്ഞു വെക്കും. ആ മനുഷ്യൻ കണ്ടില്ലേ, നിന്ന് ഓരോ ആളുകളെ പരാതി ഇങ്ങനെ കേൾക്കുക, നാടൊട്ടാകെ നടക്കുകയാണ്. ഈ KM പറഞ്ഞ എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ച നടത്തുകയാണ്. ഇയാൾക്ക് പണി അതിൽ കിൽക്കി കുത്താ, വേറൊരു പണിയില്ല. ഞാൻ ചോദിക്കട്ടോ, ഇങ്ങനൊരു ഭരണം ലോകത്ത് എന്ന് പറയാൻ കഴിയാവുന്ന രീതിയിൽ 7 ഫോണാ, ഏത് ഫോണിൽ ഉമ്മൻചാണ്ടിയെ വിളിച്ചാൽ കിട്ടും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ജപ്തി ചെയ്യുന്ന വീടിന് ആനുകൂല്യം കിട്ടിയപ്പോൾ കേരള കൗമുദി പറഞ്ഞത് സമാനതകളില്ലാത്ത മനുഷ്യത്വം. ഇത്ര പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചു അല്ലേ? ഈ അച്യുതാനന്ദൻ എന്തായിരുന്നു ഇതുവരെ പണി? എന്തായിരുന്നു അയാൾ ചെയ്തത്? ഇപ്പോഴും അയാളെ പണി എന്താ? കോടതി കയറുക. ഇപ്പോഴാണ് അടുത്ത് കോടതി പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഈ ആശങ്ക അപക്വമാണ്. എന്താ അതിൻ്റെ അർത്ഥം? തന്തങ്ങൾക്ക് പക്വത ഇല്ല എന്നാണ്. 90 വയസ്സുള്ളൊരു മനുഷ്യനോട് പക്വത ഇല്ല പറഞ്ഞാൽ നമ്മളെ വെല്ലിപ്പണങ്ങ് നിന്നോടത്തുനിന്നൊരു ഒഴിച്ചൂലേ? ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കാണ്. ഇയാൾക്ക് വേറൊരു പണിയില്ല, കോടതി കയറുക, അഴങ്ങി ഐസ്ക്രീം ഈ ഒരു പരിപാടി. അയാൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച വാക്കും അതാണ്. അയാളുടെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് ഈ ഒരു വാക്കാണ്. ഐസ്ക്രീം എന്ന പദപ്രയോഗത്തിന് ഇയാളുടെ കഴുത്തിലൊരു മീറ്റർ ഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ സാധുവിന് എന്നോ ഒരു ഓവർ ബില്ല് വരുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നന്മക്കുമില്ല, ഒന്നിൻ്റെ കൂടെ ഇല്ല. ഞങ്ങൾ കണ്ടോ, മണലെടുക്കാൻ പോയ മാഷുമാരെ തിരിച്ചു വിളിച്ച് അബ്ദുൾ റബ്ബ് സ്കൂളിൽ കയറ്റി. ഇനി ശമ്പളമില്ലാത്ത മാഷുണ്ടാവില്ല. KSTA ബേബി എന്ന ബുദ്ധിജീവിയെ വെച്ചിട്ട് ഈ രാജ്യത്ത് നിങ്ങളെ അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ തലകുത്തി മറിഞ്ഞു നോക്കി. ഒരു അബ്ദുൾ റബ്ബ് വരേണ്ടി വന്നു. ഇപ്പൊ സ്കൂളിലെ മാഷ്മാർക്ക് ആ വിഷയം തന്നെ ഇല്ല. അപ്പോഴും KSTA സമരത്തിലാ. എന്താ കാരണം? ഞങ്ങളെ മാഷുമാരുണ്ട്, അങ്ങോട്ട് സ്ഥലം മാറ്റിയിട്ട് ഇങ്ങോട്ട് സ്ഥലം മാറ്റിയിട്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നും പറയാനില്ല. എന്നാലുണ്ട് ആ കലക്ടറേറ്റിൻ്റെ മുമ്പിൽ KSTA മാഷുമാർ മോരും വെള്ളം വെക്കണായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്താ അബ്ദുൾ റബ്ബ് തരേണ്ടത്? വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് മീനും വാങ്ങി തരണ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയല്ലേ കൊടുക്കുക? ഒരു കുറ്റം പറയല്ല. അപ്പൊ എന്തെങ്കിലും പറയാം. പണ്ടൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഏത് വീടുണ്ടാക്കിയാലും അവിടെ നിന്നൊരു അഭിപ്രായം പറയും. ജനൽ നോക്കിയിട്ട് പറയും ഇത് വെച്ചത് ശരിയായിട്ടില്ല എന്ന്. അതെടുത്ത് 2ാം പ്രാവശ്യം വെപ്പിക്കും. വേറൊരു വീട്ടിൽ പോയിട്ട് പറയാം എൻ്റെ കട്ടില കുറച്ച് ഇടത്തോട്ട് ചെരിഞ്ഞിക്കണ അറിയും.
വേറൊരു വീടുണ്ടാക്കുന്നിടത്ത് പോയപ്പോൾ അവിടെ കരിങ്കണ്ണ നോക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഓൻ പറയാൻ എൻ്റെ വാപ്പയാണ് കരിങ്കണ്ണൻ തന്നെ അവിടുന്ന് പോകുന്നത്. അങ്ങനെ പോയിട്ട് ചൂടായി ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു നല്ലൊരു വീടുണ്ടാക്കുക, അവൻ്റെ അഭിപ്രായം ഒന്നും തേടാ. ഒരു ടിപ്പ് ടോപ്പ് വീടുണ്ടാക്കി, നല്ലൊരു വീട്, നല്ല ഭംഗിയുള്ള ആ വീടുണ്ടാക്കി ഇവനെ ചുറ്റോട് ചുറ്റും നടന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ തിണ്ടുമ്പോൾ വന്നിരുന്ന് വീടിയും വലിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അഭിപ്രായം ചോദിച്ചു എന്താ പാടുന്ന്. അവൻ പറയാണ് ഇത് പൊളിക്കണ നേരത്ത് പൊളിക്കാൻ ഭയങ്കര പണിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, ഞാൻ ചോദിക്കട്ടെ എന്തിനു വേണ്ടിയാ മാഷ്മാരെ നിങ്ങളൊക്കെ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ മരിബിൻ്റെ ഇടയിൽ ഇടയിലിട്ട് നിങ്ങളെ കാണും. ഞങ്ങളൊക്കെ നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു പോരുന്ന പരിപാടി എന്താ? വെറുതെ ഇങ്ങനെ കാൽനട ജാതി അതും ഇതും നടത്തിയിട്ട് ഒന്നും പറയില്ല. മുദ്രാവാക്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ബംഗാൾ പറയാൻ കഴിയോ? ബംഗാൾ പറയാൻ കഴിയോ? എന്താ ബംഗാൾ സംഭവിച്ചു? ഒരു പെണ്ണൊരുത്തി ഒറ്റക്ക JCB കൊടുന്നാണ്ട് നിരത്തിയത്. ഞങ്ങളൊപ്പം നിന്നീന്ന മമതാ ബാനർജി, അഹമ്മദിന്റെ കൂടെ റെയിൽവേ മന്ത്രി. ഞാൻ വെറുതെ പറയില്ല, നമ്മളൊപ്പം നിന്നോർക്കൊക്കെ വർക്കത്താ. ആ ഗൗരിയമ്മ നമ്മളെ കുറിച്ച് ഞാൻ ഇപ്പം വിടും എന്ന് പറഞ്ഞപ്പോൾ ആ തളറുള്ള വർക്കത്ത് പോയി. നേരെ മറിച്ച് ആ മമതാ ബാനർജി അഹമ്മദിന്റെ കൂടെ 1.5 കൊല്ലം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ആ തള്ള കിട്ടിയ ബർക്കത്ത് എത്ര നേരം 200 ചില്ലറ സീറ്റാ ഒറ്റയടിക്ക് JCB കൊടുത്താണ്ട് നിരത്തി. ഞാൻ ചോദിക്കുക, എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ സ്വർഗരാജ്യാക്കും, കേരളം ബംഗാളാക്കും, ടാറിട്ട റോഡ് അവസാനിക്കുന്നിടത്ത് മുസൽമാന്റെ നാട്, കറണ്ട് കാലം അവസാനിക്കുന്നിടത്ത് ന്യൂനപക്ഷത്തിന്റെ പ്രദേശം, LP സ്കൂളില്ലാത്ത പഞ്ചായത്ത്. ഞാൻ അത്ഭുതപ്പെടുക, 10,500 മദ്രസക്ക് ഒറ്റയടിക്ക് മമതാ ബാനർജി പെർമിഷൻ കൊടുക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. നിച്ച് ഓഫ് ട്രൂത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു അമീറിനും ചെയ്യേണ്ടി വന്നില്ല. എന്താ കാരണം? ഇവിടെ നേരത്തെ ഇതൊക്കെ ഉണ്ട്.